ഉദയ്പൂർ ഫയൽസ് സിനിമയുടെ റിലീസ് സ്റ്റേ ചെയ്ത ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സിനിമ പ്രദർശിപ്പിക്കുന്നത് കേസിന്റെ വിചാരണയെ ബാധിക്കുമെന്ന 8ാം പ്രതിയുടെ ഹർജി കോടതി പരിഗണിക്കും. മുഹമ്മദ് നബിയെക്കുറിച്ച് സമൂഹമാധ്യമത്തിൽ വന്ന പോസ്റ്റ് ഷെയർ ചെയ്തതിന് തയ്യൽക്കാരനായിരുന്ന കനയ്യലാലിനെ കഴുത്തറുത്തു കൊന്ന സംഭവമാണ് സിനിമയുടെ ഇതിവൃത്തം. വിവരങ്ങളുമായി എസ് നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ, വിവരങ്ങൾ. ഈ സിനിമയുടെ പ്രദർശനം നേരത്തെ കഴിഞ്ഞ 7-ാം തീയതി നിശ്ചയിച്ചതായിരുന്നു. എന്നാൽ ഇത് തടഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവുണ്ടായി. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ അപ്പീലിൽ ഇരുവിഭാഗവും, അതായത് സിനിമയുടെ നിർമ്മാതാവും ഒപ്പം തന്നെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഉദയ്പൂർ കേസിലെ പ്രതിയായിട്ടുള്ള ആളും ഇതിൽ ഉൾപ്പെടുന്നു, ഹർജിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ഉദയ്പൂർ കേസിലെ പ്രതിയായിട്ടുള്ള ആൾ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേസിൻ്റെ വിചാരണയെ ഈ സിനിമയുടെ പ്രദർശനം അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നിലവിൽ NIA അന്വേഷണത്തിലിരിക്കുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ പ്രദർശനം തടയണമെന്നുള്ളതാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തന്നെ അത്തരത്തിലുള്ള വസ്തുതകൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് മതവികാരമൊന്നും തകർക്കപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും 2022 ജൂണിലാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ കനയ്യലാൽ എന്ന ആളിനെ 2 പേർ ചേർന്ന് മുഹമ്മദ് റിയാസ് അട്ടാരി, അതേപോലെ തന്നെ ഗൗസ് മുഹമ്മദ് എന്നിവർ ചേർന്ന് കൊലപ്പെടുത്തിയത്. ഇത് കൊലപ്പെടുത്താൻ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു BJP നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ BJP നേതാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നത് മുഹമ്മദ് നബിയെ പറ്റിയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ കനയ്യലാൽ ഷെയർ ചെയ്തതാണ് ഈ പ്രകോപനത്തിന് കാരണം. ഇതിൽ കൃത്യമായ തീവ്രവാദ ബന്ധമുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തി. നിലവിൽ ഇതിൻ്റെ വിചാരണാ നടപടികൾ, ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോഴും ജയ്പൂരിലെ NIA കോടതിയിൽ പുരോഗമിക്കുകയാണ്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശനാനുമതി സംബന്ധിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നിർമ്മാതാക്കളായ കോസ്മോസ് എൻ്റർടൈൻമെൻറ്റ്സ് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് N നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുക. സമവായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സിനിമയുടെ തലക്കെട്ടിലും 2 സീനുകളിലും മാറ്റം വരുത്തിയെന്നും ചിത്രം സർട്ടിഫിക്കേഷനായി CBFCക്ക് നൽകിയെന്നും നിർമ്മാതാക്കൾ അറിയിക്കും. സിനിമ പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷം പ്രദർശനാനുമതി നൽകിയെന്ന കാര്യം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനും വിശദീകരിക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം.